വെൽക്കം ടു എഡ്ജ് വാലറ്റ്. കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടി കുറേ എളുപ്പമുള്ള ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറേ ടഫുള്ള സെക്ഷൻസ് ഒന്നുമല്ല. നിങ്ങളിപ്പോൾ പരീക്ഷയ്ക്ക് കയറാൻ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേണം, എന്നാൽ കുറച്ച് സിമ്പിൾ ആവണം. അങ്ങനെ 2 മാർക്കിനും 1 മാർക്കിനൊക്കെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കൂളായി കാമായി ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ ഒപ്പം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ബാക്കിയെല്ലാം നിങ്ങൾ വിട്ട് കളഞ്ഞ് ഇപ്പം ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒപ്പം പഠിക്കാൻ ശ്രമിക്കുക. ഒപ്പം പഠിക്കണം എന്നുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. ഒന്നാമത്തെ ചോദ്യം, ഗിവ് എൻ എക്സാമ്പിൾ ഫോർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്യൂഡോ ഓർഡർ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയാക്ഷൻ. ഓക്കെ, സ്യൂഡോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കള്ളനാണ്. അതായത് കാണുമ്പോൾ വലിയ ആളാന്ന് തോന്നും, പക്ഷെ ശരിക്കും ചെറിയ ആളാണ്. അതാണ് സ്യൂഡോ. സ്യൂഡോ എന്ന് പറഞ്ഞാൽ അതാണ്. സോ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയാക്ഷൻ വിച്ച് അപ്പിയർ ടു ബി ഹയർ ഓർഡർ. അത് കാണുമ്പോൾ, അപ്പിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തോന്നുന്ന ഹയർ ഓർഡർ എന്നാണ്, ബട്ട് ആക്ച്വലി ഫോളോ ലോവർ ഓർഡർ കൈനറ്റിക്സ്. അപ്പോൾ അപ്പിയർ ടു ബി ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ലോവർ ഓർഡർ. ശരിക്കും ലോവറാണ്. കാണുമ്പോൾ ഹൈ ആണെന്ന് തോന്നും, ശരിക്കും ലോവറാണ്. അതാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. എക്സാമ്പിൾ, ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് ഈത്തൈൽ അസറ്റേറ്റ്. അതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ. എന്താണ്? ഈത്തൈൽ അസറ്റേറ്റ് കേട്ടോ. ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് ഈത്തൈൽ അസറ്റേറ്റ് എന്നൊന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽ, ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ഈച്ച്. ഇതേപോലെ ഓർഡറും മോളിക്കുലാരിറ്റിയും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഞാൻ അത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ ഓർഡറും മോളിക്കുലാരിറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ചോദിക്കുന്ന ഒന്നാണ് പ്രൈമറി സെക്കൻഡറി സെല്ലുകളുടെ കമ്പാരിസൺ. ഡിഫറൻഷിയേറ്റ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ആദ്യം പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും എക്സാമ്പിൾ ആദ്യം പറയാം. പ്രൈമറി സെല്ലിൻ്റെ എക്സാമ്പിളാണ് ഡ്രൈ സെല്ല്, മെർക്കുറി. സോ പ്രൈമറി സെക്കൻഡറി, പ്രൈമറി ക്ലാസ്സിലാരാ? ഡ്രൈയും മെർക്കുറി, ഡ്രൈ സെല്ല് മെർക്കുറി സെല്ല്. സെക്കൻഡറി സെല്ലിൽ വലിയ ആൾക്കാരാ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി. ഓക്കെ, പ്രൈമറിയിൽ ഡ്രൈയും മെർക്കുറിയാണ്, മറ്റോടത്ത് ലെഡ് സ്റ്റോറേജും നിക്കൽ കാഡ്മിയം സെല്ലും ആണ് കേട്ടോ. പ്രൈമറിയുടെ പ്രത്യേകത, ഇലക്ട്രോഡ് റിയാക്ഷൻ കനോട്ട് ബി റിവേഴ്സ്. ആ ഇലക്ട്രോഡ്, ആ ബാറ്ററിയുടെ ഉള്ളിലെ, പ്രൈമറി സെല്ലിൻ്റെ ഉള്ളിലെ ഇലക്ട്രോഡുകൾ റിയാക്ഷൻസ് നടന്നാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് റിവേഴ്സ് ചെയ്യാം ബൈ എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ എനർജി. പുറമേ നിന്ന് ഒരു ഇലക്ട്രിസിറ്റി ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിയാക്ഷൻസ് വീണ്ടും നടത്താനായിട്ട് പറ്റും. കാൺട്ട് ബി റീയൂസ്, നമുക്ക് റീയൂസ് ചെയ്യാൻ ഇവിടെ പറ്റില്ല, ഇവിടെ നമുക്ക് റീയൂസ് ചെയ്യാം. കനോട്ട് ബി റീചാർജ്, ഇവിടെ നമുക്ക് റീചാർജ് ചെയ്യാം. സോ പ്രൈമറി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. കനോട്ട് ബി റിവേഴ്സ്ഡ്, കനോട്ട് ബി റീയൂസ്ഡ്, കനോട്ട് ബി റീചാർജ്. ഇതെല്ലാം സെക്കൻഡറിയിൽ പറ്റും. ഓക്കെ, റിവേഴ്സ്, റീചാർജ്, റീയൂസ് ഓർത്ത് വെച്ചാൽ മതി, എളുപ്പമാണ്. എക്സാമ്പിളും കൂടി പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സൈസ് കുറഞ്ഞ് വരിക. അപ്പോൾ നിങ്ങൾ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, ആ കോൺട്രാക്ഷൻ എന്നുള്ള ആ വാക്കിൽ തന്നെ ഉണ്ട് കുറഞ്ഞു വരിക എന്നുള്ള അർത്ഥമാണ് കോൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? ഡിക്രീസ് ഇൻ ആറ്റോമിക് ആൻഡ് അയോണിക് റേഡി. അതായത് ആറ്റോമിക് സൈസും അയോണിക് റേഡിയസും എന്ത് ചെയ്ത് വരിക? കുറഞ്ഞു വരിക. സോ ദ ഓവറോൾ decrease in atomic and ionic radii from lanthanum to lutetium. ഓർത്ത് വയ്ക്കുക, ലാന്തനിയം തൊട്ട്, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ അല്ലേ, സോ ലാന്തനിയം തൊട്ട് ലുട്ടീഷ്യം വരെ അവരുടെ സൈസ് ഡിക്രീസ് ചെയ്യുന്നതാണ് എന്ത്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ചില പരീക്ഷയ്ക്ക് ഇതിൻ്റെ റീസൺ ആവും ചോദിക്കുക. എക്സ്പ്ലെയിൻ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആൻഡ് റീസൺ ബിഹൈൻഡ് ഇറ്റ്. എന്താണ് അതിന് കാരണം? അതിന് കാരണം വേറെ ഒന്നുമല്ല, വളരെ ഷോർട്ടായിട്ട് പറയാനാണെങ്കിൽ ഡ്യൂ ടു ഇംപെർഫെക്റ്റ് ഷീൽഡിങ് ഓഫ് 4f ഇലക്ട്രോൺ. 4f ഷെല്ലിൻ്റെ ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഷീൽഡിങ് എഫക്റ്റ് കുറവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ലെസ് ഷീൽഡിങ് ഓഫ് 4f ഇലക്ട്രോൺസ് എന്ന് എഴുതാം. 4f ഇലക്ട്രോൺസ് ആർ ലെസ് ഷീൽഡിങ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, അതായിരിക്കും ഏറ്റവും എളുപ്പം. ലെസ് ഷീൽഡിങ് ഓഫ് 4f ഇലക്ട്രോൺസ്. 4f ഇലക്ട്രോൺസുകളുടെ ഷീൽഡിങ് കുറയുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് സ്ക്രീനിങ്,
അങ്ങനെയും പറയാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നുകിൽ ഇംപെർഫെക്റ്റ് ഷീൽഡിങ് ഓഫ് 4f ഷെല്ലിന് 4f ഇലക്ട്രോൺസുകളുടെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഷീൽഡിംഗ് ആണ്, അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് സ്ക്രീനിങ് എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് ന്യൂക്ലിയർ ചാർജ് കൂടും, അവരുടെ സൈസ് കുറയുകയും ചെയ്യും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഇതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ട ഒരു സെക്ഷനാണ് SN1 റിയാക്ഷനും SN2 റിയാക്ഷനും കൃത്യമായിട്ട് പഠിക്കണം. ഇതിന് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴെയുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് SN1ഉം SN2ഉം. SN2 എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വയ്ക്കുക സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. SN1 എന്ന് പറഞ്ഞാലോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. എളുപ്പമാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് SN1 SN2 ചോദിച്ചാൽ എന്ത് എഴുതാം? SN2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്, SN1 ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. SN2ൽ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മൊത്തം തലതിരിയും. ഇവിടെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഇല്ല. ഇവിടെ അതിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ സ്പീഡ്, റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ. ആ റിയാക്ഷൻ്റെ റേറ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്ടൻ. അവിടെ ആരൊക്കെ ഉണ്ടോ അതിൻ്റെ എല്ലാം കോൺസെൻട്രേഷന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിയാക്ഷൻ്റെ റേറ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ അളവാണ് കേട്ടോ, കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്ടൻസ്. പക്ഷെ SN1 അങ്ങനെയല്ല. ദ റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓൺലി വൺ റിയാക്റ്റൻറ്റ്. ഒരേ ഒരു റിയാക്റ്റൻറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ SN2 എന്ന് പറഞ്ഞു, അപ്പോൾ ബോത്ത് റിയാക്റ്റൻ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ SN2 ആണെങ്കിൽ ബോത്ത് റിയാക്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓൺലി വൺ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ. സോ ഇവിടെ എന്ത് പഠിക്കുക? ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ, the rate of the reaction depends on only the concentration of concentration എന്ന് പറഞ്ഞാൽ അളവ്, concentration of only one reactant. രണ്ടിൻ്റെയും ഓർഡർ പഠിക്കുക. SN2ലെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറിക്കാണ് ഓർഡർ. പ്രൈമറിക്കാണ് കൂടുതൽ, ഇവിടെ ടെർഷ്യറിക്കാണ് കൂടുതൽ. ഇവിടെ SN2 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം SN2 എന്നാണ് അല്ലേ, ഇത് എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ, SN2 എന്നല്ലേ. അപ്പോൾ അത് സിംഗിൾ സ്റ്റെപ്പിലേ നടക്കുള്ളൂ. SN2 എന്നാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എന്താ? ഒറ്റ സ്റ്റെപ്പിൽ നടക്കും. ബോണ്ട് ബ്രേക്കിങ്ങും ബോണ്ട് ഫോമിങ്ങും ഒറ്റ സ്റ്റെപ്പിൽ. ഇവിടെയോ SN1 എങ്ങനെയാണ്? രണ്ട് സ്റ്റെപ്പിൽ നടക്കും. എന്താ ഞാൻ പറഞ്ഞത്? SN1ഉം SN2ഉം. ആ വാക്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. SN2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നടക്കും. ഓക്കെ, ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട് ഫോമിങ് ഒക്കർ ഇൻ സിംഗിൾ സ്റ്റെപ്പ്. SN1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോർക്കണം? 1 അല്ലേ, അപ്പോൾ രണ്ട് സ്റ്റെപ്പിൽ നടക്കണം, നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഒരു മെയിൻ പോയിന്റ് അതാണ്. ഇൻ SN2 റിയാക്ഷൻ ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട് ഫോമിങ് ഒക്കർ ഇൻ വൺ സ്റ്റെപ്പ്, ഒറ്റ സ്റ്റെപ്പിൽ നടക്കും. SN1 എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റെപ്പിൽ നടക്കും. ഇനി ഈ 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ, 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ. ഇവിടെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ, ഇവിടെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഇല്ല. ഇവിടെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബോത്ത് ദ റിയാക്റ്റൻറ്റ്. ഇവിടെ ഓൺലി വൺ റിയാക്റ്റൻറ്റ്. അതിൻ്റെ ആ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയും കൂടി എഴുതി വയ്ക്കുക, ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. അപ്പോൾ SN1 SN2 ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഞാൻ ഓരോ ചാപ്റ്ററിലെയും പഠിക്കേണ്ട ടോപ്പിക്സ് ഏതാണെന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ കോൾറാഷസ് ലോയും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മൾ കയ്യിൽ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കോൾറാഷസ് ലോ. സോ കോൾറാഷസ് ലോ എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ആണ്. അതാണ് ഇത് ഇങ്ങനെ എഴുതുന്നത്, നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇങ്ങനെ എഴുതും, λ0 m എന്നാണ് പറയുക. സോ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക. ആരുടെ? ഒരു ഇലക്ട്രോലൈറ്റ്, ഇപ്പോൾ NaCl, KCl അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ചോദിച്ചാൽ വിച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ്, കൂട്ടണം, മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അപ്പം എന്താണ്? നമ്മളെ കയ്യിൽ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ചോദിച്ചു. മോളാർ കണ്ടക്ടിവിറ്റി ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അയോണിക് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? λ0. അയോണിക് കണ്ടക്ടിവിറ്റികൾ തമ്മിൽ കൂട്ടാൻ സം ഓഫ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് ആരാണ്? കാറ്റയോൺ ആൻഡ് ആനയോൺ. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഗാമ പ്ലസ്, ആനയോൺ എന്ന് പറഞ്ഞാൽ ഗാമ മൈനസ്. സോ
എന്താണ് കോൾറാഷസിലോ? ദ മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ എഴുതണം മോളാർ എം കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ആണ് 0. അപ്പോൾ ഇതെന്താ വായിക്കുക? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ്, ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ്, കൂട്ടണം, സം ഓഫ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇതാ മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി ഇതാ 2 എണ്ണം കേട്ടോ. ഈ ലാംഡ ഇങ്ങനെ ഇട്ടാലേ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇതെന്താണ്? മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി. സോ ഇത് വെറും മോളാർ കണ്ടക്ടിവിറ്റി, ഇത് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി. ആരുടെയൊക്കെയാണ്? കാറ്റയോൺ ആൻഡ് ആനയോൺ. ഓക്കെ. അപ്പോൾ നമ്മൾ സപ്പോസ് എക്സാമ്പിൾ എഴുതണമെങ്കിൽ ഇതാ ഇങ്ങനെ ചോദിച്ചു NaCl. അപ്പോൾ ഇതെന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ആരാ? NaCl അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ വിൽ ബി അയോണിക് കണ്ടക്ടിവിറ്റി, സം ഓഫ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് ആരാണ് ഇവിടുത്തെ? Na+, ഇതാ Cl-, ഇതാണ് സംഭവം. ഇത് പഠിച്ചു വയ്ക്കുക. കോൾറാഷസിലോ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് സെയ്റ്റ്സഫ് റൂൾ. ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് ചോദിച്ചില്ല എന്ന് വിചാരിച്ച് ഇത് പഠിക്കാണ്ടിരിക്കേണ്ട, ഇത് പബ്ലിക്കിന് ചോദിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ മോഡൽ ചോദിച്ചില്ലല്ലോ എന്നാലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കില്ല. വേണ്ടത് മോഡൽ ചോദിച്ചില്ലെങ്കിൽ പബ്ലിക്കിന് ചോദിക്കും. അങ്ങനെയാണ് ഇതൊക്കെ പഠിക്കേണ്ടതൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. സ്റ്റേറ്റ് സെയ്റ്റ്സഫ് റൂൾ, ഇത് ഞാൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല, ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. സെയ്റ്റ്സഫ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഡീഹൈഡ്രോഹലജനേഷൻ റിയാക്ഷനാണ്. സെയ്റ്റ്സഫ് റൂൾ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രോഹലജനേഷൻ റിയാക്ഷനാണ്. അതായത് ഒരു ഹൈഡ്രജനും ഒരു ഹലജനും പുറത്തേക്ക് പോകും. HX എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഹലജൻ, ഹൈഡ്രജനും ഹലജനും പുറത്തേക്ക് പോകും. ഡീഹൈഡ്രോഹലജനേഷൻ റിയാക്ഷനാണ്. അതിൽ പ്രിഫേർഡ് പ്രൊഡക്ട്സ്, നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കീൻ ആയിരിക്കും. അപ്പോൾ സെയ്റ്റ്സഫ് റൂളിൽ നമുക്ക് കിട്ടുക ഒരു ഡബിൾ ബോണ്ടാണ്. അതിൻ്റെ പ്രത്യേകത ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് എവിടെയാണ് കൂടുതലുള്ളത്? വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ഡബിളി ബോണ്ടഡ് കാർബൺ ഗ്രൂപ്പ്. അതായത് ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. സെയ്റ്റ്സഫ് റൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഡീഹൈഡ്രോഹലജനേഷൻ റിയാക്ഷനാണ്. അവിടുന്ന് ഒരു ഹൈഡ്രജനും ഒരു ഹലജനും പുറത്തേക്ക് പോവും. ഓക്കെ. ഇത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആൽക്കീനാണ്. അതിൽ ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൽക്കൈൽ ഗ്രൂപ്പ്, ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റം. നമുക്കൊരു ഡബിൾ ബോണ്ട് ആയിട്ടുള്ള കാർബൺ ഉണ്ടാവും, ഒരുപാട് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. ഇതിൻ്റെ എക്സാമ്പിൾ ഇങ്ങനെയാണ്. നിങ്ങളിങ്ങനെ വിചാരിക്കേ, CH3 CH2 CHന് മുകളിലൊരു ബ്രോമിൻ ഉണ്ട്, അതിലേക്ക് CH3 ഉണ്ട്. ഇതിലേക്ക് നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. ഇങ്ങനെ വന്നാൽ അപ്പം മനസ്സിലാക്കുക സെയ്റ്റ്സഫ് റൂളാണ് അവിടെ ഉണ്ടാവുക. സെയ്റ്റ്സഫ്, അതായത് നമ്മളെ കയ്യിൽ സിംഗിൾ ബോണ്ടും ബ്രോമിനോ ക്ലോറിനോ ആരെങ്കിലും ഉണ്ട്, KOH ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാ റൂള്? സെയ്റ്റ്സഫ് റൂളാണ്. ഇവിടെ എന്താ സംഭവിക്കുക? ഒരു ഹൈഡ്രജനും ഹലജനും പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതിലിതാ ഈ സംഭവം ഉണ്ടല്ലോ, ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഒന്നെങ്കിൽ ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന്, ഈ 2 ഭാഗത്തുനിന്ന് ഒരു ഹൈഡ്രജനും ഒരു ഹലജനും പുറത്തേക്ക് പോകും. അപ്പോൾ ആരൊക്കെ പോവുക? ഇവിടുന്ന് ഒരു ഹൈഡ്രജനും പോവും, ഇവിടുന്ന് ഈ ഹലജനും പോവും. ബ്രോമിൻ, ഹൈഡ്രജനും ഹലജനും പുറത്തേക്ക് പോവും. ബാക്കി ആരുണ്ടാവുള്ളൂ? CH3 CH2 പോയിട്ട് അവിടെ എന്താ ഒരു H പോയില്ലേ, അപ്പോൾ CH ആയി. 2 H ഉണ്ടായിരുന്നു, അതെന്തായി? ഒരു H ആയി. ഇനി CH എന്നുള്ളപ്പോൾ ഇവിടുന്ന് ഒരെണ്ണം പോയി, ഇവിടുന്ന് ഈ Br പോയി, അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് വരും. എന്നിട്ട് CH3 എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ CH3 ഉണ്ട്, CH2 പോയിട്ട് CH ആയി, ഇവിടുത്തെ Br പോയിട്ട് CH അവിടെ തന്നെ ഉണ്ട്, അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ എന്ത് വരിക? മേജർ പ്രൊഡക്റ്റ് വരിക. നമുക്കിനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടുന്നും വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇവിടുന്ന് ബ്രോമിനും ഇവിടുന്ന് ഹൈഡ്രജനും പോവുക, അപ്പോൾ അത് മൈനർ പ്രൊഡക്റ്റ് ആവും. സോ ഇതാണ് സെയ്റ്റ്സഫ് റൂള്. ഡീഹൈഡ്രോഹലജനേഷൻ, ഒരു ഹൈഡ്രജനും ഹലജനും പുറത്തേക്ക് പോവും. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഡബിൾ ബോണ്ടാണ്. ആ ഡബിൾ ബോണ്ടിന് പ്രത്യേകത ഒരുപാട് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും, ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റം ഉണ്ടാവും. സോ ഇറ്റ് ഈസ് എ ഡീഹൈഡ്രോഹലജനേഷൻ റിയാക്ഷൻ. ഇറ്റ്സ് പ്രിഫേർഡ് പ്രൊഡക്റ്റ് ഈസ്, അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കീൻ containing greater number of alkyl group attached to doubly bonded carbon atom. Example എഴുതി വയ്ക്കുക. ഇത് മേജർ പ്രൊഡക്റ്റ് ആണ്,
ഇത് മൈനർ പ്രൊഡക്റ്റാണ്. ചിലപ്പോൾ തന്നെ നമുക്ക് രണ്ടും എഴുതേണ്ടി വരും. അപ്പോൾ മേജർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഡബിൾ ബോണ്ട് വരിക, മൈനർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഡബിൾ ബോണ്ട് വരിക. ഇത് രണ്ടും ഇത് ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക, പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തത് C6H5N2Cl. അതിലേക്ക് അവർ എന്താ ആഡ് ചെയ്തത്? കുപ്രസ് ക്ലോറൈഡ് ആഡ് ചെയ്തു. അപ്പോൾ എക്സ് എന്താണെന്ന് എഴുതണം, വൈ എന്താണെന്ന് എഴുതണം, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാട്ട് ഇവിടെ എന്താ സംഭവിക്കുകയാണ്. C6H5N2Clലേക്ക് കുപ്രസും ഹൈഡ്രജൻ ക്ലോറൈഡും അവർ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഇതാ N2 പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് N2 പുറത്തേക്ക് പോയി, Cലും പോയി. Cu ഇതാ ഇവിടെ, Cl ഇതാ ഇവിടെ, അതും പുറത്തേക്ക് പോയി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നമുക്കിതാ C6H5. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാണ് നോക്കുക. ഈ C6H5N2Clലേക്കാണ് കുപ്രസും ഹൈഡ്രജൻ ക്ലോറൈഡും നമ്മൾ ആഡ് ചെയ്യണേ. ഇവിടെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞിട്ടൊരാളും കണ്ടുപിടിക്കണം, വൈ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രൊഡക്റ്റ് നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? ബാക്കി C6H5, ഇത് N2 പോയി, Cലും പോയി. ഈ C6H5ൻ്റെ കൂടെ ഈ Cl കയറി വരും. സോ ആൻസർ C6H5Cl. നമ്മളത് ഇങ്ങനെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇതുപോലെ ബെൻസീൻ തന്നിട്ടായിരിക്കും N2Cl എന്ന് എഴുതുക. അപ്പോഴും സെയിം ആണ്. C6H5ന് പകരം ബെൻസീൻ്റെ മുകളിൽ N2Cl വന്നു. എന്നിട്ട് കുപ്രസും ഹൈഡ്രജൻ ക്ലോറൈഡ് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുക? ബെൻസീൻ വരച്ച് മുകളിൽ ആര് വരും? ഈ N2Cl ഒക്കെ പോയിട്ട് അവിടെ വെറും ക്ലോറിൻ വരും. ക്ലോറോ ബെൻസീൻ കിട്ടും കേട്ടോ. ഇതിൻ്റെ പേര് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എന്നാണ്. ഇതാരാണ്? ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡാണ്. അതിലേക്ക് കോപ്പറും ഹൈഡ്രജൻ ക്ലോറൈഡും ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? നമുക്കവിടെ ക്ലോറോ ബെൻസീൻ കിട്ടും. പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത സ്റ്റെപ്പ് ഇത് തന്നെ, ഇതേപോലെ C6H5 എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓർത്തോ ബെൻസീനാണ്. ബെൻസീൻ്റെ മുകളിൽ ആരാ? N2Cl. ഇതിൻ്റെ പേരെന്താ? ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. അതിലേക്ക് ഇവർ വെള്ളം ചേർത്തൊന്ന് ഹീറ്റ് ചെയ്തു. വെള്ളം ചേർത്തിട്ട് ഹീറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ആരാ? വെള്ളം ചേർത്തു എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് വാട്ടർ ചേർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ അപ്പോൾ OH വരികയും ചെയ്യാം. സോ വൈ എന്ന് പറഞ്ഞാൽ ആരാ? ബെൻസീൻ്റെ മുകളിൽ OH പ്ലസ് N2 പ്ലസ് HCl. ഇതാരാ? ഫീനോൾ. ചില പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കും, ഹൗ ക്യാൻ യു കൺവേർട്ട് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ടു ഫീനോൾ? അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത്? എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇത് സാൻമേഴ്സ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം ഓർത്ത് വയ്ക്കാനായിട്ട്. ഇതാണ് C6H5 ഇതാണ്. ഇതിൻ്റെ മുകളിൽ N2Cl ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാ? ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. ഇതിലേക്ക് നിങ്ങൾ കോപ്പറും HClലും ആഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോണത് C6H5. അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, ബെൻസീൻ വരയ്ക്കാം, മുകളിൽ ക്ലോറിൻ വരും. ഇപ്പോൾ HBr ആണെങ്കിൽ Br വരും, HI ആണെങ്കിൽ ഇവിടെ I വരും. ഇനി ഇതിന് പകരം നിങ്ങൾ വാട്ടറാണ് ആഡ് ചെയ്തത് എന്നിട്ട് ഹീറ്റ് ചെയ്തെന്നുണ്ടെങ്കിലോ വാട്ടറിൽ നിന്ന് ഇതിൻ്റെ മുകളിലേക്ക് OH വരും. ഇതാരാ? ഫീനോൾ കേട്ടോ. ഇതൊന്ന് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്? ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പ്രോട്ടീൻ, ആ പ്രോട്ടീന് ആസിഡായിട്ടോ ആൽക്കലി ആയിട്ടോ ഒന്നെങ്കിൽ ഹീറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളതിൻ്റെ pH ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഹീറ്റ് ചെയ്യുക. പക്ഷേ അതിൻ്റെ സെക്കൻഡറി ആൻഡ് പ്രൈമറി സ്ട്രക്ചർ റപ്ചർ ആവുന്ന പ്രോസസ്സാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാറുണ്ട്. സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഇത് നിങ്ങൾ ഒന്ന് നന്നായി നോക്കണം. വെൻ എ പ്രോട്ടീൻ ഇൻ നേറ്റീവ് ഫോം, ഒരു പ്രോട്ടീൻ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ സാധാ പോലെ ഇരിക്കുകയാണ്. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഫിസിക്കൽ ചേഞ്ച്. അത് ചില ഫിസിക്കൽ ചേഞ്ചുകൾ സംഭവിക്കുന്നു. എങ്ങനെ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓർ കെമിക്കൽ ചേഞ്ച് ലൈക്ക് ചേഞ്ച് ഇൻ pH. അതിൻ്റെ H ബോണ്ടുകൾ ഡിസ്റ്റർബ് ചെയ്യുന്നു. ആൻഡ് ദ പ്രോട്ടീൻ ലോസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി. അതിൻ്റെ എല്ലാ കഴിവും നഷ്ടപ്പെടുന്നു. ഇതാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. കേർഡിങ് ഓഫ് മിൽക്കും കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ്, എങ്ങനെ ഓർത്ത് വയ്ക്കുക? വെൻ എ പ്രോട്ടീൻ സബ്ജക്റ്റഡ് ടു, ആ പ്രോട്ടീൻ എന്തിലേക്ക് എത്തിപ്പെടുന്നു? സം ഫിസിക്കൽ ചേഞ്ച് ഓർ കെമിക്കൽ ചേഞ്ച്. അപ്പോൾ എന്തുണ്ടാവുക? അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി ലോസസ്, അതിൻ്റെ കഴിവ് നഷ്ടപ്പെടുന്നു, H ബോണ്ട് ഡിസ്റ്റർബ് ആവുന്നു. സോ ദിസ് ഈസ് കോൾഡ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ വെൻ പ്രോട്ടീൻസ് സബ്ജക്റ്റഡ് ടു ചേഞ്ച് ഇൻ
ഫിസിക്കൽ ചേഞ്ച് ഓർ എനി കെമിക്കൽ ചേഞ്ച് ഓർ ചേഞ്ച് ഇൻ പി എച്ച് മാറുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക, അതിൻ്റെ സെക്കൻഡറി പ്രൈമറി സ്ട്രക്ചർ ഗെറ്റ് റപ്ചേർഡ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ഗെറ്റ് ഡിസ്റ്റർബ്ഡ്, ഹൈഡ്രജൻ ബോണ്ട് റപ്ചർ ആവുന്നു. അതാണ് എന്ത്, ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. എക്സാമ്പിൾ പഠിക്കുക, കേർഡിങ് ഓഫ് മിൽക്കും കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റും ആണ് അതിൻ്റെ എക്സാമ്പിൾ കേട്ടോ. ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഇവിടെ ഇങ്ങനെയാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ഓർഡർ നമുക്ക് സീറോയോ ഫ്രാക്ഷനോ വരാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പഠിക്കുക, ഓർഡറും മോളിക്കുലാരിറ്റി. ഓർഡർ തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ്, മോളിക്കുലാരിറ്റി ഒരു എക്സ്പെരിമെൻറ്റിൽ കണ്ടുപിടിച്ചതാണ്. ഓർഡർ സീറോ ആവാം, ഫ്രാക്ഷൻ ആവാം, ക്യാൻ ബി സീറോ, ക്യാൻ ബി ഫ്രാക്ഷൻ. പക്ഷേ മോളിക്കുലാരിറ്റി കനോട്ട് ബി സീറോ, കനോട്ട് ബി ഫ്രാക്ഷൻ. ഒരു സീറോയോ ഫ്രാക്ഷനോ വരാൻ വേണ്ടി പാടില്ല. എന്താ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസുകളുടെ അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്റ്റൻസുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ പവറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഓർഡർ. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസാണ്, എത്ര സ്പീഷീസ് അവിടെ ആ റിയാക്ഷനിലുണ്ട് എന്നുള്ളതാണ് മോളിക്കുലാരിറ്റി. സോ ഓർഡർ എന്ന് പറഞ്ഞാൽ സം ഓഫ് പവറുകളാണ്, പവറുകൾ തമ്മിൽ കൂട്ടലാണ്. സം ഓഫ് പവർ എന്ന് പറഞ്ഞാൽ ഈ മുകളിലത്തെ സംഭവം കേട്ടോ. സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ഓർഡർ. ഇത് പഠിച്ചു വയ്ക്കുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. എന്തൊക്കെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ, ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട്, എത്രത്തോളം സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട് അതിൻ്റെ എണ്ണം. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ, അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നേച്ചർ റിലേറ്റീവ് ടു ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. ടോട്ടലി എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, അതിൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ എത്ര സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സോ ഏതൊക്കെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? 4 എണ്ണം. ഒന്ന്, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. 3, ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ്. നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് സോൾവെൻറ്റ് രണ്ടാമത്തെ ആൾ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റ് ഓഫ് സോൾവെൻറ്റ് നാലാമത്തേത്, ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സൊല്യൂഷൻ. 4 എണ്ണമാണുള്ളത്, 4 എണ്ണം പഠിക്കണം കേട്ടോ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അടുത്തത് കാഥോഡ് ആൻഡ് ആനോഡ് റിയാക്ഷൻ ഓഫ് H2O2 ഫ്യൂവൽ സെൽ. ഒരു H2O2 ഫ്യൂവൽ സെൽ എഴുതിയിട്ട് അതിൻ്റെ കാഥോഡ് ആൻഡ് ആനോഡ് റിയാക്ഷൻസ് നമ്മളോട് എഴുതാനാണ് ചോദ്യം. കാഥോഡിലെ റിയാക്ഷൻ എഴുതണം, ആനോഡിലെ റിയാക്ഷൻ എഴുതണം. എന്തൊക്കെയാണ് ഫ്യൂവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് H2O2 ഫ്യൂവൽ സെല്ലിലെ റിയാക്ഷൻസ്. ആനോഡിലും കാഥോഡിലും, ആനോഡിലെ 2 ഹൈഡ്രജൻ്റെ കൂടെ 4 OH കൂടി ചേർന്നിട്ട് വാട്ടർ ആഡ് ചെയ്യും, വാട്ടർ ഫോം ചെയ്യും, 4 ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകും. കാഥോഡിലെ ഓക്സിജൻ്റെ കൂടെ വാട്ടർ ആഡ് ചെയ്ത് 4 ഇലക്ട്രോൺസും കൂടി ചേർന്ന് OH- ഉണ്ടാവും. ഓവറോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ H2+O2 ഗീവ്സ് H2O എന്നുള്ളതാണ്. ഇതാണ് ഓവറോൾ റിയാക്ഷൻ. പഠിച്ചു വയ്ക്കുക കേട്ടോ. ആനോഡിലെ ഹൈഡ്രജനാണ് 4 OH കൂടി ചേർന്ന് വെള്ളം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓക്സിജനും വെള്ളവും ചേർന്നിട്ടാണ് OH ഉണ്ടാവുക കേട്ടോ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? പൊല്യൂഷൻ ഫ്രീ ആണ്, മോർ എഫിഷ്യൻ്റ് ആണ്, റൺ കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്റ്റൻസ് ആർ സപ്ലൈഡ്. എത്രത്തോളം റിയാക്റ്റൻസ് കൊടുത്തോ അത്രത്തോളം റൺ ചെയ്യും. ഇലക്ട്രോൺസ് ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, ഇലക്ട്രോൺസുകളൊക്കെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. അത് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് 2 സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ കൺവേർഷൻ ഓഫ് അനിലിൻ ടു ഫീനോൾ. അനിലിനെ എങ്ങനെ ഫീനോൾ ആക്കാം? അനിലിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ബെൻസീൻ്റെ മുകളിൽ NH2, ഇതാണ് അനിലിൻ. ഈ അനിലിലേക്ക് NaNO2-ഉം HCl-ഉം ആഡ് ചെയ്യുമ്പോൾ, NaNO2-ഉം HCl-ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് N2Cl കിട്ടും. ഇതാണ് ബെൻസീൻ ഡയാസോണിയം. നേരത്തെ ഞാൻ പറഞ്ഞു, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. അതിലേക്ക് വെള്ളം ചേർത്താൽ മതി, നമുക്ക് ഫീനോൾ കിട്ടും. അപ്പോൾ ആരാണ് അനിലിൻ എന്ന് പഠിക്കുക? അനിലിൻ എന്ന് പറഞ്ഞാൽ മുകളിൽ NH2, ഫീനോൾ എന്ന് പറഞ്ഞാൽ മുകളിൽ OH.
അടുത്തത് എന്താണ് അറീനിയസ് ഇക്വേഷൻ? അറീനിയസ് ഇക്വേഷൻ ഇതാണ്, പഠിച്ചു വയ്ക്കുക. അറീനിയസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? K = AE⁻⁻ ഇത് മുകളിലാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഒബ്റ്റെയിൻ ദ വാല്യൂ ആക്ടിവേഷൻ എനർജി ഫ്രം ദ ഗ്രാഫിക്കൽ പ്ലോട്ട്? ഈ അറീനിയസ് ഇക്വേഷൻ, ഇതാണ് അറീനിയസ്. ഈ അറീനിയസ് ഇക്വേഷൻ്റെ ഗ്രാഫ് വരച്ച് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയണം. അറീനിയസ് ഇക്വേഷൻ്റെ ഗ്രാഫ് ഇതാണ്. ഇവിടെ 1/T, ഇവിടെ log K. അതിൽ നിന്ന് ആക്ടിവേഷൻ എനർജി EA എന്ന് പറഞ്ഞാൽ മൈനസ് സ്ലോപ്പ് ഇൻറ്റു R ആണ്. So activation energy is the product of slope from the graph and R. ആ ഗ്രാഫിൽ നിന്ന് സ്ലോപ്പും ആറും കൂടി ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും? ആക്ടിവേഷൻ എനർജി. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ സ്യൂട്ടബിൾ മെത്തേഡ് ടു കൺവേർട്ട് CH3CH2Br-നെ CH3CH2I എങ്ങനെ ആക്കാം? Br-നെ I എങ്ങനെ ആക്കാം? എന്താണ് ഫിംഗൽസ്റ്റീൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? CH3CH2Br-ലേക്ക് NaI സോഡിയം അയഡൈഡും ഡ്രൈ അസറ്റോണും കൂടി ആഡ് ചെയ്യണം. സോ ഫിംഗൽസ്റ്റീൻ പഠിച്ചു വയ്ക്കുകയുള്ളൂ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. CH3CH2Br-ലേക്ക് NaI ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ. അപ്പോൾ എന്തുണ്ടാവും? ഈ ബ്രോമിൻ പോയിട്ട് അവിടേക്ക് അയഡിൻ വരും. കണ്ട, CH3CH2I. CH3CH2Br എന്നുള്ളത് എന്തായി? CH3CH2I. ഇത് ഫിംഗൽസ്റ്റീൻ. ഇതേപോലെ സ്വാട്സും കൂടി ഓർത്ത് വെക്കണം. സ്വാട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? CH3CH2Br. അതിലേക്ക് അവർ AgF ആഡ് ചെയ്യും, സിൽവർ ഫ്ലൂറൈഡ്. അപ്പോൾ എന്തുണ്ടാവും? ഈ ബ്രോമിൻ പോയിട്ട് അവിടേക്ക് ഈ ഫ്ലൂറൈൻ വരും, CH3CH2F എന്ന് വരും കേട്ടോ. അപ്പോൾ CH3CH2Br-നെ CH3CH2I ആക്കണമെങ്കിൽ ഫിംഗൽസ്റ്റീൻ. ഓക്കെ, I ആക്കണമെങ്കിൽ ഫിംഗൽസ്റ്റീൻ. സ്വാട്സിലെ CH3CH2Br-നെ CH3CH2F ആക്കും. ഈ ആഡ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ പഠിക്കണം. ഫിംഗൽസ്റ്റീൻ എന്ന് പറഞ്ഞാൽ NaIയും സ്വാട്സ് എന്ന് പറഞ്ഞാൽ AgFും. F ഉണ്ടാക്കണമെങ്കിൽ സ്വാട്സ്, I ഉണ്ടാക്കണമെങ്കിൽ ഫിംഗൽസ്റ്റീൻ. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി ഇപ്പോൾ പഠിക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക? നിങ്ങളിനി പബ്ലിക് എക്സാമിന് ഇതെല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കണം. വാട്ട് ആർ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്സ്, RMgX ആണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്, RMgX. ആൽക്കൈൽ മെഗ്നീഷ്യം, ഇത് ഹാലൈഡ് കേട്ടോ. ഇനി ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ഹാവ് ഹയർ ബോയിലിംഗ് പോയിൻറ്റ്. ആൽക്കഹോൾസിനും ഫീനോൾസിനും നല്ല ബോയിലിംഗ് പോയിൻ്റാണ്. അതിനെന്താ കാരണം? കാരണം അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ടാണ്. ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കൂടി ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറഞ്ഞുതരാം, ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. D&F ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. നമ്മൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ഓർഗാനിക്കിൽ നിന്ന് നിങ്ങൾ മസ്റ്റായിട്ടും നെയിംഡ് റിയാക്ഷൻസ് പഠിക്കണം. ഏതൊക്കെയാണ് അറിയോ? റീമർ ടീമർ റിയാക്ഷൻ, പിന്നെ കോപ്സ് റിയാക്ഷൻ പഠിക്കുക, ഗട്ടർമാൻ കോഷ്, സാൻമെയർ, വുഡ്സ് ഫെറ്റിക് റിയാക്ഷൻ, അങ്ങനെയുള്ള നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ പഠിക്കണം. അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നെയിംഡ് റിയാക്ഷൻസ് കഥ പോലൊക്കെ പഠിപ്പിക്കുന്ന വീഡിയോ ഓൾറെഡി ഉണ്ട്, അത് നിങ്ങൾ കണ്ടിരിക്കണം. സോ ഇത് കണ്ടു കഴിഞ്ഞ് പഠിച്ചവർ എത്രയും വേഗം താഴെയുള്ള നെയിംഡ് റിയാക്ഷൻസ് കഥ പോലെ പഠിപ്പിക്കുന്ന ക്ലാസ്സും കൂടി കാണാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല കഥ പോലെ സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഈ ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഇതാണ് ചോദ്യം. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഫോം കളേർഡ് കോമ്പൗണ്ട്. എല്ലാ ട്രാൻസിഷൻ എലമെൻറ്റ്സുകളും കളറാണ്. ഡു യു എഗ്രി? അപ്പോൾ ഇതിൻ്റെ ആൻസർ നോ ആണ്. എല്ലാ ആൾക്കാരും കളേർഡ് അല്ല. നെയിം 3 ട്രാൻസിഷൻ എലമെൻറ്റ്സ് വിച്ച് കനോട്ട് ഫോം കളേർഡ് കോമ്പൗണ്ട്. കളറുകളില്ലാത്ത ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. കളർ കാണിക്കാത്ത ആൾക്കാരെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് കളർ ഓഫ് ട്രാൻസിഷൻ മെറ്റൽ? ട്രാൻസിഷൻ മെറ്റൽസുകളെല്ലാം കളറാവാൻ കാരണം എന്താണ്? കളറിന് കാരണം DD ട്രാൻസിഷനാണ്. ദ കളർ ഓഫ് ട്രാൻസിഷൻ കോമ്പൗണ്ട് ഈസ് ഡ്യൂ ടു DD ട്രാൻസിഷൻ. The color observed correspond to the complementary
കളേഴ്സ് ഓഫ് ദ ലൈറ്റ് അബ്സോർബ്ഡ്. ഇത് ഏത് കളറുള്ള ലൈറ്റാണോ അബ്സോർബ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ കളറ് വരിക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ മെറ്റൽസുകളെല്ലാം കളറ് കാണിക്കും. അത് എല്ലാതും അല്ല, സിങ്കും കാഡ്മിയം അവരൊന്നും കാണിക്കില്ല. സോ മിക്ക ട്രാൻസിഷൻ മെറ്റൽസും, അതായത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസുകളില്ലേ, മിക്ക ട്രാൻസിഷൻ മെറ്റൽസും കളറുകൾ കാണിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഡിസ് ഡ്യൂ ടു ഡി ട്രാൻസിഷൻ. ഡി ട്രാൻസിഷൻസ് കാരണമാണെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്. നമുക്കിനി മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞ് ബാക്കി ഇതേപോലെ നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സ് ആയിട്ടൊക്കെ ഡെയിലി പഠിച്ചു പോവാം. അപ്പോൾ തൽക്കാലം നിങ്ങൾ പറ്റുന്നത്ര നിങ്ങൾ പഠിച്ച് മോഡൽ എക്സാമൊക്കെ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾ മിസ്സാക്കിയോ, എവിടെയൊക്കെ നിങ്ങൾ പഠിക്കാതെ വിട്ട് കളഞ്ഞു, അതെല്ലാം നിങ്ങൾ പബ്ലിക്കിനെ പഠിച്ചെടുക്കണം. അപ്പോൾ നമുക്കതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മളെ ചാനലിൽ ഉണ്ടാവും. നമുക്കിനി അടുത്ത വീഡിയോസും കാര്യങ്ങളായിട്ടൊക്കെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.